ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നാളെയാണ് എക്സാം. അപ്പോൾ എല്ലാവരും എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. നാളെ കേരള പാഠാവലി അറബിക്ക് സംസ്കൃതമാണ്. അപ്പോൾ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതും കൂടെ പോയിട്ട് കാണുക. ബാക്കി ഓരോ സബ്ജക്റ്റുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. ഓക്കെ, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാമെന്ന ചോദ്യമാണ്. കേരളത്തിലെ പക്ഷികൾ എന്നുള്ള ഒരു ഖണ്ഡികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികൾ ഇല്ല, എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമാണ്. പുലരുന്നതിന് മുമ്പേ അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്നു കേൾക്കാം. വെളുപ്പാങ്കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിനു വകയുള്ള സംഗീതമാണത്. പൂവൻകോഴിയുടെ കൂവൽ മുന്നിട്ട് നിൽക്കും. ഉറക്കം ഉണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് അത്. ഇതിനോടൊത്ത് അനേകം കാക്കകളുടെ ക്രാ ക്രാ എന്ന വിളിയും മുഴങ്ങും. ചെമ്പോത്ത് ഉപ്പൻ ഉക്കുക്കുക്കു എന്ന ശുഭശബ്ദവും പുറപ്പെടുവിക്കും. പുലർക്കാലത്ത് കൂജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തിപ്പുല്ല്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, ചോദ്യം, കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. 2, ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻകോഴിയുടെ കൂവൽ എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇതിലെ രണ്ടും ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ രണ്ടും ശരി എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ചില പക്ഷികളുടെയും അവയുടെ ശബ്ദങ്ങളെയും നൽകിയിരിക്കുന്നത് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഒന്നാമത്തത് കാക്കയുടെ എന്താണ്? കാക്ക ക്രാ 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 എന്നുള്ള ഇതിലേക്കാണ്, ബിയിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. പൂവൻകോഴി എങ്ങനെയാണ്? പൂവൻകോഴി കൊക്കരക്കോ എന്നുള്ള ഇത് സിയിലേക്ക് മാച്ച് ചെയ്യുക. ചെമ്പോത്ത് ഉക്കുക്കുക്കു എന്നുള്ള സൗണ്ടാണ്. കുയിലാണെങ്കിൽ കുക്കു എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് മാച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ശരിയായിട്ടുള്ളത് ഏത് തിരഞ്ഞെടുക്കാനാണ്? നമ്മൾ പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ ഉത്തരം വരിക. സി ചോദ്യം, ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത് എന്ന് പറയുന്നത്. ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്. ഇനി കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ. ഇത് ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അല്ലേ. അഥവാ ഒന്നാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 2, ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാങ്കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്ക്? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക്, മധുരമായി പാടുന്നവർക്ക്, പുലർച്ചെ ഉറങ്ങുന്നവർക്ക്, മേൽ പറഞ്ഞവർക്ക് എല്ലാം. ആർക്കാണ്? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്കാണ്. അല്ലാത്തവർക്ക് ഇതിൽ വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല, ഉറക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇത് തന്നെ വരില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉത്തരം എഴുതാം. രണ്ടാമത്തെ ചോദ്യം സംഭാഷണമാണ്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കന്നിമഴയിൽ ജീവൻ വെച്ച പുഴയും നിലാവിൽ കുളിച്ച മരവും പരസ്പരം പലതും സംസാരിച്ചു. എന്തൊക്കെ വിഷയങ്ങളാവും പങ്കുവെച്ചിട്ടുണ്ടാവുക? സംഭാഷണം തയ്യാറാക്കാനാണ്. അപ്പം നിലാവിൽ കുളിച്ച മരവും പരസ്പരം, അതുപോലെ തന്നെ പുഴയുമാണല്ലേ. അപ്പോൾ പുഴയും മരയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. അപ്പോൾ പുഴ ചോദിക്കുകയാണ്, എന്തൊരു സന്തോഷമാണ് ഇന്ന്, കന്നിമഴ പെയ്തതോടെ എനിക്ക് വീണ്ടും ജീവൻ കിട്ടി. അപ്പോൾ മരം പറയും, അതെ പുഴേ, മഴ പെയ്തതോടെ എനിക്കും പുതുജീവൻ കിട്ടി. എൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായി എന്നൊക്കെ പറയും. അപ്പോൾ പുഴ പറയാണ്, കുന്നുകളിൽ നിന്നും എത്രയോ നീർച്ചാലുകൾ എന്നിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ മരം പറയും, എൻ്റെ ചില്ലകളിലും ഇലകളിലും മഴത്തുള്ളികളും മിന്നുന്നു, നിലാവിൽ അവർക്ക് നല്ല ഭംഗിയാണെന്ന് പറയാണ്. പുഴ പറയും, മഴയും നിലാവും ചേർന്നപ്പോൾ ഞാൻ കൂടുതൽ സുന്ദരിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംഭാഷണം നടത്തുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക അവർ എന്തൊക്കെ സംസാരിക്കും എന്നുള്ളത്. അതിനനുസരിച്ചാണ് നിങ്ങളത് എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിൽ ബി ചോദ്യം, ആദ്യമാരും ശ്രദ്ധിച്ചില്ല, മലമുഴക്കിയും മണ്ണാങ്കട്ടയും ഒഴിച്ച്. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. മലമുഴക്കിയും മണ്ണാങ്കട്ടയും ആദ്യം അറിഞ്ഞില്ല, മലമുഴക്കിയും മണ്ണട്ടകളും പിന്നീടും അറിഞ്ഞില്ല, മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ തിരിച്ചറിഞ്ഞു, മലമുഴക്കിയും മണ്ണട്ടയും ഒന്നും ശ്രദ്ധിച്ചില്ല. ഇതിൽ ഏതാണ് ആദ്യമാരും ശ്രദ്ധിച്ചില്ല, മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യം ആരും അറിഞ്ഞില്ല, ബാക്കി ആരും അറിഞ്ഞില്ല. അവിടെ ആരാ അറിഞ്ഞത്? മലമുഴക്കിയും മണ്ണട്ടകളും മാത്രമാണ് അറിഞ്ഞത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ തിരിച്ചറിഞ്ഞു, ആദ്യം തന്നെ അറിഞ്ഞു എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതിലെ സി ചോദ്യം, സുഗന്ധം കുറഞ്ഞവർക്ക് ആർഭാടം കൂടുതലാണ്. പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ എല്ലാം തികഞ്ഞവർ ആരുമില്ല. അതുപോലെ ഏതെങ്കിലും ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരിലുമുണ്ട്. മാത്രമല്ല
എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്, ആർക്കുമില്ലാത്ത ഗുണങ്ങൾ ആർക്കുമില്ല. അപ്പോൾ ഇവിടെ സുഗന്ധം കുറഞ്ഞവർക്ക് ആർഭാടം കൂടുതലാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഗുണം എല്ലാവരിലും ഉണ്ട് എന്നുള്ള ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഇനി അടുത്തത്, ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. 3ലെ A ചോദ്യം എന്ന് പറയുന്നത് ആസ്വാദനക്കുറിപ്പാണ്. അവിടെ മറ്റുള്ളവർക്കായി എന്ന് പറയുന്ന ദേവൂട്ടിയുടെ ഒരു കവിതാഭാഗമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നക്ഷത്രങ്ങൾ ചിരിക്കുന്നു വാനിൽ, പൂത്തു നിൽക്കും ചെടിയും ചിരിക്കുന്നു, ദൂരെ ദൂരെ തിരകളാൽ നീളെ കടലും അങ്ങനെ നോക്കിച്ചിരിക്കുന്നു, തൊടിയിലെങ്ങും പറക്കുന്ന പൂമ്പാറ്റ അരികിലെത്തി പതിയെ ചിരിക്കുന്നു, ചുണ്ടിലെപ്പോഴും കരുതി വെക്കുക മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി. പ്രകൃതിയുടെ പുഞ്ചിരി നക്ഷത്രങ്ങളും പൂക്കളും കടലുകളും ഒക്കെയാണ്. അവ നമ്മെ സന്തോഷിപ്പിക്കുന്നു. നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷം പകരാം. കവിതയ്ക്ക് ആസ്വാദനം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? പ്രശസ്ത കവിയത്രി ആരാണ്? ദേവൂട്ടി രചിച്ച മനോഹരമായ കവിതയാണ് മറ്റുള്ളവർക്കായി. മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതിൻ്റെ മഹത്വമാണ് ഈ കവിതയിൽ കവിയത്രി നമ്മളോട് പറയുന്നത്. പ്രകൃതിയിലെ നക്ഷത്രങ്ങൾ, പൂക്കൾ, കടൽ, പൂമ്പാറ്റ എന്നിവയെല്ലാം നമുക്ക് സന്തോഷം പകരുന്ന കാഴ്ചകളാണ്. മാത്രമല്ല അവയെല്ലാം എന്താണ്? ചിരിക്കുന്നത് പോലെ കവി സങ്കല്പിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഈ പുഞ്ചിരിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പുഞ്ചിരി അല്ലെങ്കിൽ സന്തോഷം നൽകണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുഖത്തെ ഒരു ചെറിയ പുഞ്ചിരി പോലും മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം നിറക്കാൻ കഴിയുമെന്നും കവി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ വേണം നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതാൻ. വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് രചിച്ചിട്ടുള്ളത്. നല്ല താളഭംഗിയും പദഭംഗിയും എല്ലാം ഉണ്ട്. വാക്കുകൾക്ക് ശബ്ദ സാമീപ്യവും ആവർത്തനവും കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. ലളിതമായ ഭാഷയും മനോഹരമായ പ്രകൃതി ചിത്രീകരണവും കവിതയെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഏതൊരു കവിത തന്നാലും ഇതേപോലെയാണ് ആസ്വാദനം എഴുതേണ്ടത്. ഇനി അല്ലെങ്കിൽ വർണ്ണനയാണ്. ആകാശത്തിൻ്റെ കണ്ണീര് പോലെ തോരാമഴ, മഴയുടെ കൈകൾ എത്തിത്തൊടുമ്പോൾ ദേഹമാകെ കുളിരാണ്. മഴ തോർന്ന് പിന്നെ മരം പെയ്യുമ്പോൾ പളുങ്കുമണികൾ തുമ്പുകളിൽ തിളങ്ങും. ഇത് മഴയെക്കുറിച്ചുള്ള വർണ്ണനയുടെ ഭാഗമാണ്. ഇതുപോലെ പുഴയെക്കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ മഴയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മഴ എന്ന് പറയുന്നത് എത്ര മനോഹരമാണെന്ന് ഇതിൽ മനസ്സിലായി. ഇനി പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിലോ, മലകളുടെ മടിത്തട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളിനൂൽ പോലെയാണ് പുഴ. കല്ലുകളെ തഴുകി ഒഴുകുമ്പോൾ പുഴയുടെ കളങ്കാരവും കേൾക്കാം. തെളിഞ്ഞ വെള്ളത്തിൽ ആകാശവും മരവും പ്രതിഫലിക്കുമ്പോൾ പുഴയ്ക്ക് കൂടുതൽ ഭംഗി തോന്നും. സൂര്യപ്രകാശം വെള്ളത്തിൽ പതിക്കുമ്പോൾ വെള്ളത്തുള്ളികൾ അതുപോലെ തിളങ്ങുകയും ചെയ്യും. മാത്രമല്ല പുഴ പ്രകൃതിയുടെ മനോഹരമായ സമ്മാനമാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും പുഴ വലിയൊരു സഹായകമാണ്. അതുകൊണ്ട് പുഴയെ നമ്മൾ മലിനമാക്കരുത്, സംരക്ഷിക്കണം. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പുഴ കാണാൻ വളരെ മനോഹരമാണ്. നിറയെ കാഴ്ചക്കാരുണ്ടായിരിക്കും. പുഴയുടെ തണുത്ത കാറ്റും കളങ്കാരവും മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തരും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ഇനി അടുത്ത അനുഭവക്കുറിപ്പാണ്. കാട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റി ഓർത്ത് കരഞ്ഞു. ഇരുമ്പഴികളെ ചിറകിട്ടടിച്ചു. കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. ഡേസി ചെടി എന്ന പാഠഭാഗത്തിലെ വാനമ്പാടിയുടെ കൊച്ചുപൂവിൻ്റെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വളർത്തു മൃഗങ്ങളോ വളർത്തു പക്ഷികളോ പ്രിയപ്പെട്ട ചെടികളോ നിങ്ങൾക്കും ഉണ്ടാകാം. അപ്പോൾ അവയോടുള്ള അനുഭവങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് പെറ്റായിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ചെടി അല്ലെങ്കിൽ ചെടിയാണെങ്കിൽ എൻ്റെ വീട്ടുമുറ്റത്തുള്ള ചെടിയായിരുന്നു. ഞാൻ എന്നും നനക്കാറുണ്ട്, പുല്ലുകളൊക്കെ നീക്കം ചെയ്യാറുണ്ട്. പുതിയ അതിൻ്റെ ഓരോ ഇലകൾ വരുമ്പോഴും ഓരോ പൂവ് വരുമ്പോഴും എനിക്ക് വളരെ സന്തോഷമാണ്. അത് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവമൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. അത് നിങ്ങളുടെ അനുഭവക്കുറിപ്പാണ് നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് 4ലെ B ആണ്. കുറിപ്പാണ്. എനിക്ക് മഴ ഇഷ്ടമല്ല. മഴ എൻ്റെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ. എൻ്റെ വീടും പ്രിയപ്പെട്ടവരും നഷ്ടമായത് ഒരു പെരുമഴക്കാലത്താണ്. അമലാണ് പറയുന്നത്. ഈ കടുത്ത വേനൽ ഒന്ന് അവസാനിച്ചെങ്കിൽ. എൻ്റെ അച്ഛൻ്റെ എത്ര രൂപയുടെ കൃഷി നശിച്ചു. പാടം വരണ്ടുടങ്ങി. കുടിവെള്ളം പോലുമില്ല. മഴ വേഗം വന്നെങ്കിൽ. മൃദുലയാണ് പറയുന്നത്. 2 കൂട്ടുകാരുടെ അഭിപ്രായമായത്. അഭിപ്രായങ്ങളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്താണ് മഴ ഇഷ്ടമല്ല. മഴ എന്ന് പറയുന്നത് എന്താണ് നഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്. ഇനി ഒരാൾക്ക് എന്ന് പറയുന്നത് വേനൽ കൊണ്ട് ഒരുപാട് കൃഷി നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മഴ പെയ്യണം, കുടിവെള്ളം ഇല്ല. അപ്പോൾ എന്താണ് രണ്ടും 2 രീതിയിലാണ് 2 പേരും പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിശകലനം ചെയ്ത് അഭിപ്രായം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2 കൂട്ടുകാരുടെയും അഭിപ്രായം മഴയോടുള്ള സമീപനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരാൾക്ക് മഴ വളരെ ആശ്വാസകരവും അതുപോലെ തന്നെ വളരെ ആവശ്യകതയുമാണ്. കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ടാണ്. പക്ഷെ മറ്റൊരാൾക്ക് മഴ
മഴ എന്ന് പറയുന്നത് ദുരന്തം നൽകുന്നത് കൊണ്ടാണ് അയാൾക്ക് അത് ഇഷ്ടമല്ലാത്തതും ആ ഒരു മഴക്കാലം എന്ന് പറയുന്നതിനെ എന്താണ് സ്വാഗതം ചെയ്യാത്തതും. അപ്പം മൃദുലയുടെ അനുഭവം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അവിടെ എന്താണ് കടുത്ത വേനൽ കാരണം അച്ഛൻ്റെ കൃഷിയൊക്കെ നശിക്കുകയാണ്, പാരണം വരണ്ടുടങ്ങാണ്. മഴ വന്നാലാണ് അവർക്ക് ജീവിക്കാനും വരൾച്ച ഇല്ലാതാക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ അടുത്തൊരാൾ അമൽക്ക് എന്താണ്, അമലിന് നേരെ വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ മഴ എന്ന് പറയുന്നത് ചിലർക്ക് സന്തോഷം നൽകുന്നതും ചിലർക്ക് ദുഃഖം നൽകുന്നതുമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കും. ഇനി അടുത്തത് ലഘു ഉപന്യാസമാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗത്ത് ഒട്ടേറെ നാട്ടുപൂക്കളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഉൾപ്പെടെയുള്ള പഴയകാല പൂക്കൾ ഇന്ന് കാണാനില്ല. വരവ് പൂക്കളുടെ വസന്തമാണ് നമ്മുടെ നാട്ടിൽ ഓണക്കാലത്തും മറ്റും ഇന്ന് കാണുന്നത്. നാട്ടുപൂക്കളുടെ മടക്കവും കച്ചവട പൂക്കളുടെ വരവും വിശകലനം ചെയ്ത് ലഘു ഉപന്യാസം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നെന്താണ് നമ്മുടെ ചുറ്റുപാടും നാട്ടുപൂക്കൾ വളരെ കുറവാണ് അല്ലേ. ഏത് സമയത്താണെങ്കിലും നമ്മൾ വരവ് പൂക്കളെയാണ് കാത്തു നിൽക്കുന്നത്. പണ്ട് തുമ്പ, മുക്കുറ്റി, കാക്കപ്പൂവ് തുടങ്ങിയ പൂക്കൾ പാടത്തും പറമ്പിലും വഴിയോരങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് പൂക്കൾ ശേഖരിക്കുന്ന ആ ഒരു പൂക്കൾ ശേഖരിക്കുക എന്ന് പറയുന്ന കുട്ടികൾ പോകുന്ന ആ ഒരു ചടങ്ങൊന്നും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുപൂക്കൾ അലങ്കാരത്തിനുള്ളവ മാത്രമല്ല ഒരുപാട് ഔഷധങ്ങൾ കൂടെയാണ്. പക്ഷെ അതൊന്നും ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നില്ല. ഓണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടികൾക്കും ഒക്കെ നമ്മളെന്താണ് അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മടങ്ങി വരവ് നമുക്ക് അത്യാവശ്യമാണല്ലേ. നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ നമുക്കുള്ള സ്ഥലത്തോ നമുക്ക് പൂക്കളെയും മറ്റുമൊക്കെ കൃഷി ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് കടങ്കഥ വ്യാഖ്യാനമാണ്. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഈ കടങ്കഥയുടെ ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നാണ്. എന്തുകൊണ്ടാകാം ഈ കടങ്കഥയ്ക്ക് ഇങ്ങനെ ഉത്തരം കിട്ടിയതെന്നാണ് പറയുന്നത്. അഥവാ ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആനയ്ക്കും ആടിനും കയറാൻ കഴിയാത്ത ഒരു മലയായിട്ടാണ് ആകാശത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ ഉയരത്തിലുള്ളതിനാൽ അതിനെ ആന കയറാമലയും ആട് കയറാമലയുമാണ്. കാരണം ആകാശത്തേക്ക് രണ്ടിനും കയറാൻ വേണ്ടി പറ്റില്ല. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ എണ്ണമറ്റ നക്ഷത്രങ്ങൾ പ്രകാശിച്ചുകൊണ്ട് കാണാം. ചെറിയ മഞ്ഞ നിറത്തിലുള്ള കാന്താരി പൂക്കൾ കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ആ നക്ഷത്രങ്ങൾ ആകാശത്ത് ഇങ്ങനെ കാണുന്നത് എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പരീക്ഷ ചെയ്ത് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.